ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് മുരിങ്ങയില കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ മുരിങ്ങയില കൊണ്ട് തോരനും കറികളൊക്കെ വെക്കാറുണ്ട്. എന്നാലും ഇതുപോലെ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഈ ഒരു ചമ്മന്തിക്ക്. അപ്പോൾ കുറച്ച് ചെറിയുള്ളി ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ 2 കാന്താരി മുളകും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലാതെ കാന്താരി മുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് മുരിങ്ങയിലാണ്. മുരിങ്ങയില ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു പിടി മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു മുരിങ്ങയില ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. ഒരുപാട് വെന്ത് കുഴഞ്ഞെടുക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു മുരിങ്ങയില കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മുരിങ്ങയില ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ കുറച്ചധികം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. സാധാ നോർമൽ പുളി തന്നെ എടുക്കുക. നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ പുളിക്ക് പകരമായിട്ട് മാങ്ങ അങ്ങനെ അല്ലെങ്കിൽ നാരങ്ങ നീര് അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മളിതിന് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി ആദ്യം വെള്ളത്തിലൊന്നിട്ട് കുതിർക്കാനായിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു പുളി വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതുപോലൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ശേഷം അതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഞാനിവിടെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചൂടൊന്നും ആറാനായിട്ട് നിൽക്കുന്നില്ല. ഇതങ്ങനെ തന്നെ ഈ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നിങ്ങനെ പൾസ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ഒരുപാട് നേരിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകും. നമുക്ക് ആ ഒരു ചമ്മന്തി ലെവൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നിങ്ങനെ പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മുടെ ചമ്മന്തി, അതായത് മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ കറികളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതി. വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചമ്മന്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്